10 കൊല്ലമായിട്ട് കുറയ്ക്കണം. അടച്ചു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന മോർഗേജ് അല്ലെങ്കിൽ നമ്മുടെ ഹോം ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോബിൻ മാണിയായിട്ട് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചു എങ്ങനെ നമുക്ക് ലോൺ എടുക്കാം എന്നതിനെക്കുറിച്ച്. ഇനി നമ്മൾ ആ എടുത്ത ലോൺ എത്രയും പെട്ടെന്ന് എങ്ങനെ അടച്ചു തീർക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. ജോബിൻ മാണി. താങ്ക് യു ജെയിൽസ്. ജോബിന് വിശേഷമൊക്കെ നല്ലതായിട്ടിരിക്കുന്നു. അതെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരു മാസമായി. അടുത്തൊരു സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളെല്ലാവരും എങ്ങനെ വീട് മേടിക്കാം, എങ്ങനെ മോർഗേജ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പ്രാവശ്യം നമ്മൾ നോക്കുന്നത്, നമ്മൾ സാധാരണ ഒരു ലോൺ എടുക്കുന്നത് 30 years പീരീഡിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺലി ആയിട്ടോ പല രീതിയിൽ ആ 30 years നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ ഈ 30 years എങ്ങനെ നമുക്ക് കുറച്ചുകൊണ്ട് മിനിമം ടൈമിൽ നമുക്ക് ഈ ലോണിനെ പേ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ലോൺ പേയ്മെന്റ് വർക്ക് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ലോൺ എടുക്കുന്നു, എല്ലാം ബാങ്കിന്റെ പേപ്പർ വർക്ക് എല്ലാം സൈൻ ചെയ്യുന്നു, സെറ്റിൽമെന്റ് കഴിഞ്ഞ് അടുത്ത മാസം മുതൽ നമ്മൾ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സിനാരിയോയിൽ ഒരു 500,000 5 ലക്ഷം ലോണുള്ള ഒരു സിനാരിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ ഒരു 6% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ടുള്ള റീപേയ്മെൻറ്റ് വരുന്ന സിനാരിയോസാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ നമ്മളൊരു മന്ത്ലി റീപേയ്മെൻറ്റ് $3,000 വെച്ചോളുക ഈ ഒരു സിനാരിയോയിൽ. അപ്പോൾ ഈ $3,000 നമ്മൾ മന്ത്ലി റീപേയ്മെൻറ്റ് ചെയ്യുമ്പം നമ്മുടെ ആദ്യത്തെ മാസത്തെ 3000 ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളും പിന്നീട് വരുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റുമാണ് നമ്മൾ ബാങ്കിന് പേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ $3,000 ആണ് മന്ത്ലി നമ്മുടെ റീപേയ്മെൻ്റ് എങ്കിൽ ഇനിഷ്യൽ ഒരു 10 to 15 yearsലേക്ക് നമ്മൾ ഈ പേ ചെയ്യുന്ന 3,000-നകത്തുനിന്ന് ഒരു 85% നമ്മൾ അടയ്ക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബാങ്കിലേക്ക് പോകുന്നത്. പിന്നെ അതിനകത്തുനിന്നൊരു 10% അല്ലെ 15% ഉള്ളൂ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആവുന്നുള്ളൂ. ബാങ്കിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇയർലി പേയ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അവർ നമുക്ക് തരും. അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം $3,000 പേയ്മെൻ്റ് ഉള്ള ഒരു ലോൺ ആണെങ്കിൽ 500,000 ലോൺ ആണെങ്കിൽ ഒരു $35,000 നമ്മൾ ഇയർലി പേ ചെയ്യുന്നുണ്ട്. ഈ $35,000-നകത്തുനിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനകത്തുനിന്ന് ഫസ്റ്റ് ഇയറിൽ കുറയുന്നത് ഒരു $6,000 കുറയുന്നുള്ളൂ. ബാക്കി $30,000 ഓൾമോസ്റ്റ് $30,000 നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. കിട്ടുന്നില്ല. അത് ബാങ്കിന്റെ പൈസ. നമ്മുടെ മുതലിൽ നിന്ന് പറയുന്നത് വെറും $6,000 ഉള്ളൂ. അതായത് നമ്മളൊരു റെന്റിന് എടുക്കുന്നേക്കാളും കൂടുതൽ പൈസയാണ് നമുക്ക് നഷ്ടം. തീർച്ചയായിട്ടും അതെ. പിന്നെ നമ്മുടെ സ്വന്തം വീട് ആ ഒരു ഫീലിംഗ് പ്ലസ് നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെ ഇംപ്രൂവ്മെന്റ് വാല്യൂവിലുണ്ടാകുന്ന ഗ്രോത്തിനാണ് നമുക്ക് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞുണ്ടല്ലോ, എന്നാലും നമ്മൾ ഫസ്റ്റ് 2-3 years അല്ലെങ്കിൽ ഒരു 5 years നോക്കുമ്പോൾ നമ്മൾ റെന്റ് പേ ചെയ്യുന്നേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ പൈസ നമുക്ക് എങ്ങനെ നമ്മുടേതാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കണം നമുക്ക്. അതെ, ഇൻട്രസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ റിസർവ് ബാങ്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യണം. ഇപ്പം ഇരിക്കുന്ന എമൗണ്ടിൽ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കും, നമ്മൾ എങ്ങും എത്തിയല്ല. അപ്പം 30 കൊല്ലം അടയ്ക്കണം. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ആസ് എ ഫാമിലി ഉണ്ടായിരിക്കണം. നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകളായിരിക്കാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോണിലേക്ക് നമുക്ക് കൂടുതൽ എമൗണ്ട് അടയ്ക്കാൻ പറ്റും. അത് നമുക്ക് ആദ്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ആകണം. കൂടാതെ ഈ മോർഗേജ് കൂടാതെ നമുക്കുള്ള വേറെ കടങ്ങൾ, ബാക്കിയുള്ള ഡെപ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ കാർ ലോണ്. ഇപ്പൊ ചില കാർ ലോണുകളൊക്കെ 8-10% ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡെറ്റുകൾ, അപ്പൊ നമ്മൾ അത് ബാലൻസ് ചെയ്തിട്ട് ഏതാണ് ബാഡ് ഡെപ്റ്റ് അത് മനസ്സിലാക്കിയിട്ട് അതിനെ ആദ്യം പേ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കണം.
ആ ഡെപ്റ്റിനെ നമ്മളൊരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത്. പിന്നെ പേഴ്സണൽ ലോണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെരി ഹൈ ആയിരിക്കും. പിന്നെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് എമൗണ്ട് കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അതിനെ എല്ലാം ഒരു ബാഡ് ഡെപ്റ്റായിട്ട് കണക്കാക്കിക്കൊണ്ട് അത് എത്രയും വേഗം അടച്ചു തീർക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻട്രസ്റ്റ് കൂടിയത് നമ്മൾ ആദ്യം അടച്ചു തീർക്കണം. അടച്ചു തീർക്കണം. അതായിരിക്കും നമുക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ഡ്രെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഈ മോർഗേജിനകത്ത് പേയ്മെൻറ്റ് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി പേ ചെയ്യാം, ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യാം, വീക്ക്ലി പേ ചെയ്യാം. അത് ഒരു പ്രധാന ഒരു ഏരിയയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ലോൺ എടുക്കുമ്പോഴത്തേക്ക് ഒരു മന്ത്ലി റീപേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. മന്ത്ലി റീപേയ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു മാസം എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പേയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അക്കൗണ്ടിൽ ആ ബാലൻസ് ഉണ്ട്, സ്ട്രെസ് കുറഞ്ഞു കിട്ടും. അടയ്ക്കേണ്ട എന്നുള്ള ഒരു ഇത് പ്രത്യേകിച്ച് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരു വീട് സെറ്റിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ അത്രയും എമൗണ്ട് ബാലൻസ് ഇല്ലാത്ത സമയമായിരിക്കും. ആ കൺസെപ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ വന്നത് നമ്മൾ മന്ത്ലി സാലറി മേടിക്കുന്നവർക്ക് മന്ത്ലി പേയ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതെ. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും ഫോർട്ട്നൈറ്റ്ലി അല്ലെങ്കിൽ വീക്ക്ലി സാലറി മേടിക്കുന്നവരാ. അപ്പൊ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതെ, നമ്മൾ ഓരോ മന്ത്ലി ഫോർട്ട്നൈറ്റ്ലി ആൻഡ് വീക്ക്ലി അടയ്ക്കുമ്പോൾ ഡിഫറൻസും സേവിങ്ങും നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീനിലോട്ടുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഡിഫറൻസ് നിങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 500,000 ലോണുള്ള ഒരാൾ 6% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമ്മൾ മന്ത്ലി പേ ചെയ്യുകയാണ്. അപ്പോൾ ഈ മന്ത്ലി പേ ചെയ്യുമ്പോഴത്തേക്ക് 30 years കൊണ്ട് നമ്മൾ ടോട്ടൽ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് $579,190.95 ആണ് നമ്മൾ 30 years കൊണ്ട് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോൺ 500 ഉള്ളെന്ന് ഓർക്കണം. 30 വർഷം കൊണ്ട് നമ്മൾ ഡബിളിനേക്കാളും കൂടുതൽ ഓൾമോസ്റ്റ് $600,000 ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ പേ ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്യുക, നമ്മുടെ ലോൺ 500 ഉള്ളൂ, നമ്മൾ ഓൾമോസ്റ്റ് $600,000 ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ പേ ചെയ്യുവാണ്. അത് ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ മന്ത്ലി റീപേയ്മെൻറ്റ് ഈ സിനാരിയോയിൽ നമുക്ക് വരുന്നത് 2,997. നമുക്ക് അതിനെ 3,000 ആയിട്ട് റൗണ്ട് ചെയ്യാം. 3,000 ആണ് നമ്മുടെ മന്ത്ലി റീപേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇതേ സെയിം സിനാരിയോ നമ്മൾ ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുന്നതായിട്ട് കണക്കാക്കുക. നമ്മളിപ്പോൾ ഈ 500,000 ലോണ് ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ സെയിം എമൗണ്ട് തന്നെ ലോണുള്ള ഒരാൾ ഫോർട്ട്നൈറ്റ്ലി പേയ്മെൻറ്റ് ചെയ്യുന്നു. ഈ ഫോർട്ട്നൈറ്റ്ലി പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ മന്ത്ലി 3,000 ആണ് പേ ചെയ്തിരുന്നെങ്കിൽ ആ മന്ത്ലി 3,000 ഡിവൈഡഡ് ബൈ 2 1,500 പെർ ഫോർട്ട്നൈറ്റ്ലി നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്കൗട്ട് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി പേ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു മന്തിൻ്റെ പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഫോർട്ട്നൈറ്റ്ലി വരുമ്പോൾ നമ്മൾ വീക്ക്ലി വെച്ചുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡെയിലി ബേസിസ് ആണ്. പക്ഷെ അതേസമയം ഫോർട്ട്നൈറ്റ്ലി അടയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു മാസം എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മന്തിൻ്റെ ഡേയ്സിലുള്ള വ്യത്യാസവും ഇപ്പോൾ ലീപ്പ് ഇയറിൻ്റെ വ്യത്യാസം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു 4 ആഴ്ച നമ്മൾ അറിയാതെ തന്നെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം 12 മാസത്തിന് പകരം നമ്മൾ 13 മാസത്തെ പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാസം എക്സ്ട്രാ വെച്ച് നമ്മൾ അടയ്ക്കുവാണെങ്കിൽ നമ്മൾ ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സേവിങ് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ കാണാം. ഫോർട്ട്നൈറ്റ്ലി നമ്മൾ പേ ചെയ്യുമ്പം ഇൻട്രസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നത് $124,059.95 ആണ് നമ്മൾ ഈ ലോണിന് ഇൻട്രസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നത്. നമ്മുടെ ലോൺ 25ാമത്തെ വർഷം നമ്മൾ അടച്ചു തീർക്കുകയും ചെയ്യും. അതായത് 5 വർഷം നമുക്ക് ലാഭവും ഇൻട്രസ്റ്റ് ഇനത്തിൽ 124,000 നമുക്ക് കുറഞ്ഞും കിട്ടും. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് നമ്മൾ ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുമ്പോൾ. വേറെ എഫേർട്ടുകൾ ഒന്നും ഇടുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇയർലി ഒരു മാസത്തെ എക്സ്ട്രാ പേയ്മെന്റ് പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു സേവിങ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്.
മന്ത്ലിയും ഫോർട്ട്നൈറ്റ്ലിയും തമ്മിൽ നമ്മൾ ഒരു $1,24,000 നമ്മൾ സേവ് ചെയ്യും. കൂടാതെ 5 വർഷം നമ്മുടെ അടവ് കുറയുകയും കൂടെ ചെയ്യണം. ഈ 30 വർഷത്തെ ലോൺ 25 വർഷം കൊണ്ട് നമ്മൾ ഓൾറെഡി അടച്ചു തീർത്തു. അതൊരു വലിയ ഫീലിംഗ്. കാരണം നമ്മൾ പൈസ വീടിൻ്റെ മോർഗേജ് നേരത്തെ അടച്ചു തീർക്കാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സ്വർഗം കിട്ടിയ പ്രതീതിയാ. അത് ഭയങ്കര പ്രതീതി അല്ലേ, നമ്മുടെ നേരത്തെ അടച്ചു തീർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ വരുമാനത്തിന്റെ ഒരു നല്ലൊരു ശതമാനം നമ്മൾ അടയ്ക്കുന്നത് ഈ ഇൻട്രസ്റ്റ് ഇനത്തിലാണ് അടച്ചു പോകുന്നത്. അപ്പൊ ഈ ലോൺ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിൽ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ലോൺ ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ മാസം മാസം ആ സാലറി വരുമ്പം അതങ്ങ് കൂടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇതങ്ങോട്ട് സാലറി അങ്ങോട്ട് വരുന്നതും കാണാം, എതിരെ പോയെന്ന് നമുക്ക് അറിയത്തില്ല. ആ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് വീണ്ടും കാലിയാവും. പക്ഷെ അത് നമുക്ക് തുടക്കത്തിൽ എങ്ങനെയായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാർ പറഞ്ഞേക്കാം നമുക്കത് 8 കൊല്ലം 10 കൊല്ലം കൊണ്ട് വരെയൊക്കെ ആൾക്കാർ അടച്ചു തീർക്കുന്നവരുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് 2 ആർഗ്യുമെന്റ് ആണ്. ചിലർ തമാശയായിട്ട് പറയും അവരാരും ജീവിതം എൻജോയ് ചെയ്യുന്നില്ല, ജീവിതം എൻജോയ് ചെയ്യാതെയാണ് അവർ വർക്ക് ഹോളിക്കായിട്ട് മാത്രം ചെയ്യുന്നു എന്നൊക്കെ. ഇത് ഓരോരുത്തരും എന്തിന് ജീവിതം എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് അവരവരുടെ ഫാമിലിയുടെ ചോയ്സ് ആണ്. ഇപ്പം ചിലർക്ക് അതായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇത് വേറെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അത് ഇതിന് നമുക്ക് തുടക്കം മുതലേ അവരെ പ്ലാൻ ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, അവൻ വീട് മേടിച്ചത്, എല്ലാവരും വീട് മേടിച്ച് ഇപ്പം 500,000 600,000 ഒക്കെ മുകളിലുള്ള ഇപ്പം മേടിച്ചപ്പോൾ 450 മേടിച്ചുള്ളൂ. സെയിം ഇൻകമാണ് ഇവിടെ. മെയിനായിട്ടും ആൾക്കാർ നേഴ്സ്, ഒന്നെങ്കിൽ 2 പേര് നേഴ്സുമാർ, അല്ലെങ്കിൽ നേഴ്സ്, അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും ആവറേജ് ഒരു സെയിം ഇൻകം ആണ് എല്ലാ ഫാമിലിയിലും മലയാളികളുടെ അല്ലെ. ഏറ്റവും കൂടി പിന്നെ $5,000 വ്യത്യാസം വരും. അതിൽ വ്യത്യാസമൊന്നുമില്ലോ. അതെ, എല്ലാവരും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ ട്രേഡ് അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നേരി വ്യത്യാസം. ഗവൺമെന്റ് ടാക്സ് എല്ലാം കൂടെ വന്ന് ഇനി കഴിയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, പോക്കറ്റ് വീണത്. പക്ഷെ അവർ ഈ പറയുന്ന പോലെ തന്നെ അവർ ഇച്ചിരി അധികം വർക്ക് ചെയ്തു കേട്ടോ. വർക്ക് ചെയ്തതിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഓവർ ടൈം ഒക്കെ ചെയ്തു. പക്ഷെ അവർ 8-9 കൊല്ലം കൊണ്ട് അടച്ചു തീർത്തവർ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, സാധിക്കുന്നവരുണ്ട്. പിന്നെ അതിന് വേറെ വ്യത്യാസം കേട്ടെ. ഈ 8-9 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ 8-9 വലിയ ദൂരമാണ് ഓർക്കും. പക്ഷെ അതിങ്ങനെ പോയി ആ സമയം. പിന്നെ അത് നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് നമുക്ക് വരുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡം, ആ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനും മാനേജ്മെൻറ്റ് വേണം. ഇപ്പം ചിലരുടെ ലൈഫ് സ്റ്റൈൽ അത് അച്ചീവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അവർ കൂടുതലിപ്പം ഇയർലി 2-3 ട്രിപ്പുകൾ പോകുന്നവർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ട്രിപ്പ് പോകുന്ന കുഴപ്പമില്ല, പക്ഷെ അത് കൺട്രോൾഡ് ആയിട്ടുള്ള ട്രിപ്പ് പോകണം. അതെ, $10,000, $10,000, $20,000 മുടക്കി പോകുന്ന ട്രിപ്പുകൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചെറിയ ട്രിപ്പുകളും ഓർഗനൈസ് ചെയ്യാൻ പാടില്ല. ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണേലും ഇപ്പം ഈ പറഞ്ഞ പോലെ 8 വർഷം കൊണ്ട് ഒരാൾ അടച്ചു തീർത്തു. ആ ഒരു 8 വർഷം ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫുൾ ടൈം അവന് ചിലപ്പോൾ റിലാക്സ് ചെയ്ത് ജീവിക്കാം. വേറെ വലിയ എക്സ്പെൻസുകളൊന്നും എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ. അതെ, അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു പോയിന്റ്. എന്താണ് നമ്മുടെ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെപ്പോഴും ഈ കമ്പയർ ചെയ്യാതെ നമ്മൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ആസ് എ ഫാമിലി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മന്ത്ലി ഇൻകം ഇതാണ്, ഇതിനകത്തുനിന്ന് ഇത്ര $, നമുക്ക് മോർഗേജിലേക്ക് അടയ്ക്കാനുള്ള കപ്പാസിറ്റിയെ നമുക്കുള്ളൂ. നമുക്ക് അന്നേരം ഇപ്പം 10 കാര്യങ്ങൾ നമ്മുടെ വീടിന് ടിക്ക് ഓഫ് ആവണമെങ്കിൽ ചിലപ്പം നമ്മുടെ ഈ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 6 കാര്യങ്ങളെ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ അടുത്ത 4 കാര്യം നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഫ്രീഡം വളരെയധികമാണ്. നമ്മൾ ആ സ്ട്രെസ് ലെവൽ എപ്പോഴും കുറഞ്ഞായിരിക്കും. സ്ട്രെസ്സാണ് ആരും ശ്രദ്ധിക്കാത്തത്. ഇതിനകത്ത് ഭയങ്കര സ്ട്രെസ് ഉണ്ട്. നമ്മുടെ പ്രായം കൂടി നോക്കി നിൽക്കുമ്പോൾ കയറി പോകും. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ. തീർച്ചയായും. പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത്, നമുക്ക് ഒരു അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസ് വന്നു, ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഡിസബിലിറ്റി അല്ലെ ഫിസിക്കലി വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമ്മളാരും, ഞാൻ ഉൾപ്പെടെയുള്ള ആരും ശ്രദ്ധിക്കാറില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ ആ സ്റ്റേജ് വരുമ്പോഴേ ഉള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കിതൊന്നും വരില്ല. അയൽവക്കക്കാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇതൊക്കെ വരുള്ളൂ. അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും. തീർച്ചയായിട്ടും. അതെ അതെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതെ, ഈ നമ്മൾ റീപേയ്മെന്റ് കൂടുതൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ ബൈ വീക്ക് അടയ്ക്കുമ്പോൾ ഒരു മാസത്തെ കൂടുതൽ, അതായത് $3,000 കൂടുതൽ വരുമ്പം അത് പലർക്കും ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നുണ്ട്. അതെ, ആ എമൗണ്ട് നമുക്ക് എങ്ങനെയും ചെറുതായിട്ട്, ഇപ്പം നമ്മൾ ഫോർട്ട്നൈറ്റ്ലി അടയ്ക്കുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ ആ എക്സ്ട്രാ ഒരു മാസം നമ്മൾ അടയ്ക്കുന്നത്. കറക്റ്റ് നമ്മൾ മന്ത്ലി അടയ്ക്കുന്നതിന്റെ ഹാഫ് അടച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാസത്തെ എക്സ്ട്രാ അടയ്ക്കുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ
അടുത്തൊരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ലോൺ എങ്ങനെ അടച്ചു തീർക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഓരോ ചെറിയ എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പലിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അത് ഒരു ഹ്യൂജ് ഡിഫറൻസ് നമ്മുടെ ലോണിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിനെ ഓരോ എമൗണ്ടും വരുത്തുന്ന ഡിഫറൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കിപ്പം അടുത്തൊരു സിനാരിയോ നമ്മൾ നോക്കുന്നത് 500,000 ലോൺ, 6% ഇൻട്രസ്റ്റ് റേറ്റ്. ആ ഒരു സിനാരിയോയിൽ നമ്മൾ മന്ത്ലി ഒരു $100 നമ്മൾ എക്സ്ട്രാ റീപേയ്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വെറും $100 മന്ത്ലി നമ്മൾ ഇടുന്നുള്ളൂ. പക്ഷേ നമ്മൾ സെയിം ഫോർട്ട്നൈറ്റ്ലി പേയ്മെന്റ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുവാണ്. നമ്മൾ എക്സ്ട്രാ ഇടുന്ന ഒരു $100 ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് $1,200 ഒരു വർഷം നമ്മൾ എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഒരു സിനാരിയോയിൽ പേ ചെയ്യുന്നത് 387,113.34 ആണ് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് സേവിങ് എന്ന് പറയുന്നത് നമ്മൾ 30 വർഷം മന്ത്ലി നോർമലായിട്ട് അടച്ചു പോകുമായിരുന്നെങ്കിൽ 579,190.55 ആയിരുന്നു. അതിൽ നിന്നും ഈ 387,113.34 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സേവിങ് 192,077.21, ഓൾമോസ്റ്റ് 200,000 നമ്മൾ സേവ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലാത്തൊരു കാര്യമാണ്. അതുവഴിയായിട്ട് നമ്മൾ ഈ സേവ് ചെയ്യുന്ന കൂടാതെ നമ്മുടെ 22ാമത്തെ വർഷം നമ്മുടെ ലോൺ അടഞ്ഞു തീരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓരോ വർഷം വർക്കൗട്ട് ചെയ്യുന്നത് സ്ക്രോൾ ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 0 ആകുന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ 22ാമത്തെ വർഷം നിങ്ങളുടെ ലോൺ 0 ആവുകയും ചെയ്യും. ഓൾമോസ്റ്റ് 200,000 നിങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു 200,000 എന്ന് പറയുമ്പോൾ നമ്മൾ 8 വർഷം പണിയാണ്ടിരിക്കുന്നതിന് തുല്യമാണ്. അതെ അല്ലേ? നമ്മൾ ഈ 200,000 സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 കൊല്ലം കൊണ്ട് നടക്കുകയില്ല. നമ്മുടെ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സേവിങ്ങിൽ എത്താനായിട്ട്. 200,000 ഉണ്ടാക്കാൻ പാടാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു അടുത്ത സിനാരിയോ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ $100 അടയ്ക്കുന്നതിന് പകരം നമുക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്റർ ആയി നമുക്കൊരു മന്ത്ലി $250 എക്സ്ട്രാ അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ $250 എവറി മന്ത് നമ്മൾ അടയ്ക്കുന്നു. നമ്മുടെ നോർമൽ പേയ്മെൻറ്റ് ഫോർട്ട്നൈറ്റ്ലി പോകുന്നുമുണ്ട്. അങ്ങനെ അടയ്ക്കുമ്പോൾ നമ്മൾ ആകെ ടോട്ടൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ലോണിൻ്റെ ടേമിൽ നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് 317,989.95 ആണ് നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ്. $261,200.8 നമ്മൾ സേവ് ചെയ്യേണ്ടത്. അതായത് 261,000 നമ്മൾ സേവ് ചെയ്യുവാണ് ഈ $250 എക്സ്ട്രാ അടയ്ക്കുന്ന വഴിയായിട്ട്. ഇൻട്രസ്റ്റ് ഇനത്തിൽ നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ്. കൂടാതെ നമ്മുടെ ലോൺ 18ാമത്തെ വർഷം ആകുമ്പോൾ 0 എത്തുകയും ചെയ്യും. അതായത് 500,000 ലോണുള്ള ഒരാൾ ഈ 250 എക്സ്ട്രാ മന്ത്ലി അടച്ചാൽ 18ാമത്തെ വർഷം അവൻ്റെ ലോൺ ക്ലോസ് ആയി അവൻ ഫ്രീ ആയി. നമ്മളൊക്കെ ഇപ്പം ലോൺ ഫ്രീ ആയിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. അതെ. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ $250 നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നുള്ള? അതെ, അവിടെയാണ് നമ്മുടെ പ്ലാനിങ് വരുന്നത്. നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകൾ നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേവിങ് കണ്ടെത്താൻ പറ്റും. കൂടാതെ നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പം നാട്ടിലൊക്കെ പറയും വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ധാരാളി എന്ന് പറയും. ഇവിടുത്തെ ലോണിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ധാരാളികളാണ്. ആക്ച്വലി റിയാലിറ്റിയിൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നതും ഐഫോൺ മേടിക്കുന്നതും ഐഫോൺ ആണോ? തീർച്ചയായിട്ടും ഐഫോൺ മേടിക്കുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ ഈ ലോൺ എടുത്ത് മേടിക്കുന്ന. അതെ അല്ലേ? ശരിക്കും ഹൗസിംഗ് ലോണിന്റെ പുറത്ത് ഇതെല്ലാം മേടിക്കുന്നത് നമ്മളിതെല്ലാം ഇൻട്രസ്റ്റ് ഇപ്പറൊരെണ്ണം കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് കൂടാതെയാണ് നമ്മൾ ഇതെല്ലാം മേടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഈ സാധനം 2 3 കൊല്ലം എത്ര കൊല്ലം ഉപയോഗിക്കും? 3 കൊല്ലം മാക്സിമം. 3 കൊല്ലം അത് കളഞ്ഞിട്ട് അടുത്ത് മേടിക്കുകയാണ്. ഇത് നമ്മൾ മന്ത്ലി റീപേയ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ശരിക്കും അതൊക്കെ കട്ട് ഡൗൺ ചെയ്യേണ്ടതാണ് അല്ലേ? അതെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് എവിടെ സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ഏതാണ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ എന്തുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫോൺ വരുമ്പോൾ എടുക്കണം അല്ലേ? കോൾ വരുമ്പോൾ എടുക്കണം. പിന്നെ അത്യാവശ്യം മെസ്സേജുകളോ കാര്യങ്ങൾ ബാങ്കിങ് ഒരുമാതിരിപ്പെട്ട കേസുകളെല്ലാം നമുക്ക് ഫോണിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ? ഫോണില്ലാതെ. പക്ഷേ ഈ ഐഫോൺ അല്ലാതെ ഇതേപോലെ സർവീസ് ചെയ്യുന്ന ഒരുപാട് ഫോണുകളുണ്ട് നിലവിൽ ഇല്ലേ?
അതെ, ഒരു $2000 ഐഫോൺ ആവുമെങ്കിൽ ഒരു $500-600 കൊടുത്താൽ നല്ല ഫോൺ കിട്ടില്ലേ? ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. വൺസ് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് താഴോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അതായിരിക്കും. പിന്നെ മാർക്കറ്റിങ്ങിനനുസരിച്ച് നമ്മളും എല്ലാം വീഴുന്നുണ്ട്. അഡ്വർടൈസ്മെന്റിൽ മെയിനായിട്ട് കംഫർട്ടാണ്. സംഭവം ശരിയാണ്. കഴിഞ്ഞ ദിവസം വേറെ പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരന് ഈ ബിസിനസ് ക്ലാസ്സിൽ പോകാൻ ഒരിക്കലും പൈസ ഇല്ലായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോൾ ഒരു പുള്ളി പറഞ്ഞു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നീ ബിസിനസ് ക്ലാസ്സിൽ പോകണം, എങ്ങനെയും പൈസ ഉണ്ടാക്കി പോകണം, കടം മേടിച്ചിട്ടാണ് ബിസിനസ് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പോയി എന്ന് പറഞ്ഞു പുള്ളി. പിന്നെ അതിനുശേഷം പുള്ളിക്ക് ഒരിക്കലും സാധാരണ ഇക്കണോമിക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ലെന്ന്. ഓരോ പ്രാവശ്യം പുള്ളിക്ക് കാണുമല്ലോ ആ ബിസിനസ് ക്ലാസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന സർവീസ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കിട്ടാൻ. തീർച്ചയായിട്ടും അതെ അതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും പുള്ളി പിന്നെ ബിസിനസ് ക്ലാസ് അല്ല, അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മൾ ഏറ്റവും ബെറ്റർ ഒരു ഹൗസ് മേടിച്ച് ഒരു ഫ്ലാഷി ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ ആ വീട് വിറ്റിട്ട് നമ്മൾ അതിലും കുറഞ്ഞൊരു വീട്ടിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റിന് അതെ, പഴയ വീടും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എയർ കയറുന്നതും ഡബിൾ ഗ്ലേസ്ഡ് അല്ലാത്ത വിൻഡോ ഉള്ള വീടും ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം അതിന്റെ കംഫർട്ട് നമ്മൾ കുറഞ്ഞു. കംഫർട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ട്, നല്ല പ്രകാശമുള്ള ഇതേപോലത്തെ ഒരു വീട്, ഒരു ഡാം ആയിട്ടുള്ളൊരു വീടും വ്യത്യാസമുണ്ട്. നമ്മുടെ സൈക്കോളജിയും ബാധിക്കും, നമ്മുടെ ഫിനാൻസിനെ അത് ബാധിക്കും. തീർച്ചയായിട്ടും അത് ഫാക്ടേഴ്സ് തന്നെയാണ്. ഈ ഫിനാൻസിനെ ബാധിക്കുന്നത് ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് 30 വർഷമുള്ള ലോൺ 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ആ 15 വർഷം കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ആ ഹാപ്പിനെസ് അതുവരെ നമ്മൾ ചുരുങ്ങിയ രീതിയിൽ പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും സാധ്യമല്ല. സാധിക്കുന്നവർ ഞാൻ പറയാണ് വെരി ഗുഡ്, തംസ് അപ്പ്, സക്സസ്ഫുൾ ആണ്. അത്ര എളുപ്പമുള്ള കാര്യമില്ല, പറഞ്ഞു പോകാൻ എളുപ്പം അല്ലേ? അതെ അതെ. ഇപ്പം ഈ നമ്മൾ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു സിനാരിയും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം ചിലർക്കൊക്കെ മേ ബി ഈസി ആയിട്ട് പറ്റുന്ന ഒരു സിനാരി ആയിരിക്കും. നമ്മളെല്ലാവരും നോക്കുവാണെങ്കിൽ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഒക്കെ മേടിച്ച് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഇപ്പം ഈ വേറെ ഒരു കമ്മിറ്റ്മെന്റുകളും ഇല്ലാതെ ഫിനാൻഷ്യലി കുഴപ്പമില്ലാതെ ഉള്ള ഒരാൾക്കാർക്ക് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ ലോണ് ഒരു 500,000 ഉണ്ട്, അവർക്കൊരു $1000 എക്സ്ട്രാ മന്ത്ലി പേ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതെങ്ങനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സ്ക്രീനിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ $1000 എക്സ്ട്രാ പേ ചെയ്യുകയും ഫോർട്ട്നൈറ്റ്ലി പേയ്മെൻറ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് 30 വർഷത്തെ ലോണിന് നമ്മൾ പേ ചെയ്യുന്നത് $171,515.85 ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നത്. അത്രേ പേ ചെയ്യുന്നുള്ളൂ. സേവിങ് എന്ന് പറയുന്നത് 579,190.55 മൈനസ് 171,515.85, അതായത് 476,074.7 നമ്മൾ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാണ് ഈ $1000 എക്സ്ട്രാ അടയ്ക്കുന്ന വഴിയായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും നോക്കുമ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിക്കുമ്പോൾ എല്ലാവരും വേറെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്തില്ലേലും ഈ ഒരു $1000 എക്സ്ട്രാ നമ്മുടെ മോർഗേജിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 10 വർഷം കൊണ്ട് 4 ലക്ഷത്തിന് മിച്ചം അല്ലെങ്കിൽ അത്രയും 1000 നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. 476 നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഈ ബാക്കി ചെയ്യുന്ന പണികളെല്ലാം ചെയ്താലും ഇതിലേക്ക് എത്തിയില്ല. 400,000 ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എത്തിയെന്ന് വരികയല്ല. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിലൊന്നും അതാ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫെയിലിയർ ആയി തീർന്നു, നമ്മുടെ ഉള്ളതും കൂടെ ചിലപ്പോൾ. അപ്പൊ ഈ ഒരു സേവിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ആരും അങ്ങനെ നോക്കാറില്ല. പക്ഷെ വെറും $1000 മന്ത്ലി എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ് അത്രയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഇവിടെ വരുമെന്ന് അറിയോ, നമുക്ക് ബാങ്കുകാർ ലോൺ തരാമെന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ 500,000 ആയിരിക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒരു 800,000 വീടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ $1,000 മിച്ചമില്ല, ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മോർഗേജ് ബോറോയിങ് കപ്പാസിറ്റി നമുക്ക് 800 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ലോൺ എന്ന് പറയുന്നത് എപ്പോഴും 600 ആക്കി നിർത്താനായിട്ട് എപ്പോൾ പറ്റുന്നോ അവിടെ നമ്മൾ വിജയിച്ചു. അപ്പോൾ ആ 600 പല രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് 200 നമുക്ക് സേവിങ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ചെയ്യാം.
അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 20% നമ്മൾ സേവിങ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വീട് മേടിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ കുറച്ചേ ലോൺ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ 20% ഉണ്ടാക്കിയതിന് ശേഷം വീട് മേടിക്കാൻ പോയാൽ 1-2 കൊല്ലം പിടിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് പ്രോപ്പർട്ടിയുടെ വില കയറി ആ പ്രൈസ് കയറിപ്പോകും. അപ്പോൾ ഇവിടെ സേവ് ചെയ്യുന്നത് ശരിക്കും ഇഫക്റ്റീവ് അല്ലെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എല്ലാ ഏരിയയിലും ഇതുപോലെ എപ്പോഴും ഒരു ബൂം പോകുന്നില്ല. പിന്നെ ചില മാർക്കറ്റുകളിൽ ബൂം ഉണ്ട്. ഇപ്പം കോവിഡ് സമയം കഴിഞ്ഞ് അല്ലെ കോവിഡിന്റെ ടൈമിൽ 21-22 ഉണ്ടായ ബൂം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരും പ്രതീക്ഷിക്കാതെ വന്ന ബൂമാണ്. അതിപ്പം ആരും ആ ഒരു ബൂം മാർക്കറ്റിൽ ഫാക്ടറിങ് ചെയ്യാതെ നമുക്ക് കിട്ടിയ ഒരു ബൂമാണ്. അത് കണ്ടുകൊണ്ട് എല്ലാ പ്രാവശ്യവും അതുപോലെ തന്നെ പോയില്ല. അത് പറയുമ്പോഴാണ് നമുക്ക് അഫോർഡബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ കടന്നു വരുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്നതൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരുള്ള ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ എല്ലാ വർഷവും ഇതുപോലെ കൂടുവാണെങ്കിൽ അറ്റ് എൻഡ് തന്നെ പറ്റുന്നത് സാച്ചുറേറ്റഡ് ആവും, ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വില താഴോട്ടാണ് വരുന്നത്, പിന്നെ മേളിലോട്ടല്ല പോകുന്നത്. നമ്മളിപ്പം ഈ സബർബുകളൊക്കെ ഇപ്പം സൗത്ത് ഈസ്റ്റേൺ ഇങ്ങനെയുള്ള ഔട്ടർ സബർബുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വില ഒരു പീക്കായി ഇപ്പം അത് അവിടെ നിൽക്കുവാണ്, ഇപ്പം താഴോട്ടാണ് പോകുന്നത്. മെൽബണിൽ വില കയറുന്നില്ലല്ലോ. മെൽബണിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അത് എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഗ്രോത്ത് വരുന്നത്? ഇത് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ്ടേ? നമ്മുടെ വേജ് ഇൻഫ്ലേഷൻ അനുസരിച്ച് ഗ്രോ ആവുന്നില്ല. ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് ഈ അഫോർഡബിലിറ്റി ക്രൈസിസിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വില താഴോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം ആൾക്കാർ പറയാറുണ്ട് വില കൂടി പോകും, അതുകൊണ്ട് എത്രയും വേഗം മേടിക്കണം. ഞാൻ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട, ഇനി അങ്ങോട്ട് മുമ്പിലോട്ട് കൂടിയാൽ ഇത്രയൊക്കെ കൂടാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നിങ്ങളിപ്പം അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു വർഷം ഒരു $35,000 നമ്മൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ കൊടുക്കുവാണ്. അത്രയും പൈസ ഇനി ഏതായാലും പ്രോപ്പർട്ടിയിലോട്ട് ഇവിടെയൊന്നും കൂടാൻ പോകുന്നില്ല. ഒരു കുറച്ച് നാൾ കൊണ്ട് അത് കൂടുകയുള്ളൂ. എല്ലാ ഏരിയയിലും കൂടില്ല. എല്ലാ ഏരിയയിലും കൂടിയല്ല. എല്ലാ ഏരിയയും നല്ല എല്ലായിടത്തും തന്നെ ഇപ്പൊ ആ ഒരു സാച്ചുറേഷനിലാണ് നിൽക്കുന്നത്. അതിന് മേളിലോട്ട് പോകണമെങ്കിൽ അത്ര എളുപ്പമല്ല. പിന്നെ പ്രോപ്പർട്ടി ഗുരുക്കന്മാരൊക്കെ പറയുന്നത് ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാതെ എങ്ങനെ കൂടും? ചിലപ്പോൾ കൂടുമായിരിക്കും, പക്ഷേ 15 കൊല്ലം 10-15 കൊല്ലം വേണം. അല്ലാതെ ഈ ഒരു കൊല്ലം കൊണ്ട് $30,000 കൂടില്ല. അത് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ അഫോർഡബിലിറ്റി ക്രൈസിസ് പോയിന്റിൽ എത്തി നിൽക്കുവാണ് ഇപ്പോൾ. നമ്മളെല്ലാവരും ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ്ടേ ആൾക്കാർക്ക് മേടിക്കണമെങ്കിൽ. അതാണ് അതിനകത്ത് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ചില മാർക്കറ്റ് കൂടുന്നുണ്ട് കേട്ടോ, ലൈക്ക് പെർത്തോ അതെ അവിടെയൊക്കെ കൂടുന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്, അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. അഫോർഡബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പം മെൽബൺ, സിഡ്നി ഇവിടുന്നൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് അവിടെ പോയി വില കൂട്ടുന്നത്. അവിടെ ഉള്ളവരല്ല കൂട്ടുന്നത്. ഇപ്പൊ ക്യൂൻസ്ലാൻഡ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് മെൽബണിൽ നിന്നും സിഡ്നിയിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ ഔട്ട് പ്രൈസ്ഡ് ആയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ എത്രയും വേഗം അവിടെ പോയി മേടിക്കുകയാണ് ഇനി അവിടെ കൂടാനായിട്ട്. അവിടെയും ഓൾറെഡി ആ പീക്ക് ഓൾമോസ്റ്റ് എത്തി. ഇനി പോയി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൈ ഇരിക്കും. ഇനി കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ അതിനകത്ത് എക്സിഡന്റ് അത് എൻ്റെ വേറെ സബ്ജക്റ്റ് ആണ്, നമ്മൾ അതിലേക്ക് പോകണ്ട. നമ്മൾ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ റീച്ചബിൾ അല്ലാത്ത സ്ഥലത്തൊക്കെ ആയി പോകുന്നത് അവിടെയാണ്. അതെ ഇപ്പം മെൽബൺ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇനി ഇവിടെ മേടിക്കാനുള്ളവർ ഒന്ന് പോസ് ചെയ്ത് നോക്കി പതുക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ബയേഴ്സ് മാർക്കറ്റാണ്. നമുക്ക് അത്യാവശ്യം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വീട് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം സേവിങ്ങുമായിട്ട് ചെയ്യുവാണെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്കിത് ചെയ്യാനും പറ്റും. അതായിരിക്കും ഒരു ബെസ്റ്റ്. അപ്പം ഇന്നത്തെ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി പേയ്മെന്റ് നമ്മൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫോർട്ട്നൈറ്റ്ലി പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലോണിന്റെ ടേം 5 വർഷം കുറയ്ക്കുന്നുണ്ട്. കൂടാതെ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവിങ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിനാൻഷ്യലി അഫോർഡബിൾ ആണെങ്കിൽ എത്ര മിനിമം എമൗണ്ടും നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റും കുറയും, പ്രിൻസിപ്പൾ കുറഞ്ഞ് നമ്മുടെ ലോൺ ടേം എത്രയും വേഗം കുറഞ്ഞ് നമ്മൾ ലോൺ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം $100 ആണെങ്കിൽ $100 കൂടുതൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ 100 അടയ്ക്കുക. ഞാൻ പറയുകയാണെങ്കിൽ $1,000 വെച്ച് മന്ത്ലി അടയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. $1,000 വെച്ച് മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ
500,000 ലോണുള്ള ഒരാൾ 10 വർഷം കൊണ്ട് മോർഗേജ് ഫ്രീ ആയി. 10 വർഷം കൊണ്ട് മോർഗേജ് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓരോ എമൗണ്ടും നമ്മുടെ സേവിങ് ആണ്. നമ്മുടെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് അത് വന്ന് സേവിങ് ആയിട്ട് കിടക്കുവാണ്. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമോ ആ എമൗണ്ട് വെച്ച് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ ബാലൻസ് ചെയ്ത് ആ സ്ട്രാറ്റജി ചെയ്യുന്നവരുണ്ട്, വർക്കൗട്ട് ആവുന്നവരുമുണ്ട്. അത് പക്ഷെ കറക്റ്റ് ആയിട്ടായിരിക്കണം. നമുക്ക് അതിന് പ്ലാനിങ് വേണം. വേറെ ഒരാൾ ചെയ്ത് കണ്ടുകൊണ്ട് നമ്മൾ പോയി ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം അത് കറക്റ്റ് സ്ട്രാറ്റജി ആണോ എൻ്റെ ഫാമിലിക്ക്. ഇത് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേക്ക് പോയി ചാടാറുള്ളത്. അല്ലെങ്കിൽ സ്വന്തം ലോൺ സീറോയിലോട്ട് എത്തിക്കാൻ നോക്കുക. അതുവഴിയായിട്ട് ഒരു നല്ലൊരു ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 10 വർഷം കൊണ്ട് നമ്മൾ ആ ലോൺ തീർത്താൽ നമ്മൾ സേവ് ചെയ്യുന്നത് $476,000 ആണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമ്മൾ സേവ് ചെയ്യുന്നത്. അത് ഒരു വലിയൊരു സേവിങ് ആണ്. നമുക്ക് അതിലേക്ക് എത്താൻ നമുക്ക് പറ്റട്ടെ. എല്ലാവർക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആയിട്ട് നിൽക്കുവാണ്. നമ്മുടെ എല്ലാവരുടെയും റീപേയ്മെൻറ്റും ഹയർ ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത് നമ്മൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ റീപേയ്മെൻറ്റ് കുറയ്ക്കുന്നതിന് പകരം ഇപ്പം നമ്മൾ എത്ര അടയ്ക്കുന്നോ, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളിത് അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഒരു 6.5 നിന്ന് കുറഞ്ഞൊരു 5.5 ആകുന്ന സാഹചര്യമാണെങ്കിലും നമുക്കിപ്പം ഇതുപോലെ തന്നെ നമുക്ക് അടവ് നിലനിർത്താൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ലോൺ എത്രയും വേഗം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ അടവ് കുറയുന്നതിനനുസരിച്ചാണ്. അടവ് കുറച്ചാലുള്ള പ്രശ്നം എന്നാ, നമ്മൾ ഒരിക്കലും ആർക്കും തന്നെ സൈക്കോളജിക്കലി നമ്മൾ കൂടുതൽ അടയ്ക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അതേസമയം ഫോഴ്സ്ഫുള്ളി അടയ്ക്കേണ്ടി വരുമ്പോൾ നമ്മളത് അടയ്ക്കും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുവാണ്, നമ്മുടെ ഫാമിലിക്ക് പെർ മന്ത് ഒരു $200 എക്സ്ട്രാ അടയ്ക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ബാങ്കിനെ വിളിക്കുക, നമ്മുടെ മിനിമം റീപേയ്മെൻറ്റിനേക്കാളും ആ $200 ആഡ് ചെയ്ത് റീപേയ്മെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അവരോട് പറയുക. അത് ഓട്ടോമാറ്റിക്കലി മന്ത്ലി നമ്മൾ പോയിക്കൊണ്ടിരിക്കും. കയ്യിൽ നിന്ന് സേവിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൈ വരുന്ന സാലറിയിൽ നിന്ന് മിച്ചം വന്നിട്ട് അടവ് നടക്കാൻ വലിയ പാടാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസുകൾ കണ്ടുപിടിക്കും. അതേസമയം ആ ഒരു മന്ത്ലി പേയ്മെന്റിനെ ഇതങ്ങ് ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതാണ് നമ്മുടെ എമൗണ്ട്. അതിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചു പോകും. ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ആദ്യത്തെ 2 മാസം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളത് യൂസ്ഡ് ആവും. അതെ, RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശരിയല്ല അതെല്ലാം പറഞ്ഞു. ഇപ്പൊ 13 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയപ്പോൾ ആർക്കും ഒന്നും മിണ്ടാനില്ല. എല്ലാവരും കിടന്ന് അടയ്ക്കുന്നുണ്ട്. സോ അതൊരു നല്ലൊരു സ്റ്റെപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ബാങ്കിനെ വിളിച്ച് പറയുക, അടുത്ത മാസം മുതലുള്ള എൻ്റെ മന്ത്ലി റീപേയ്മെന്റ് ഈ $200 ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ബാങ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് സെറ്റായി നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ, അല്ലെങ്കിൽ നമ്മളൊരു ആദ്യം ടൈറ്റ് ആയാലും ഈ അടവങ്ങ് നടക്കും. നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എത്രയും വേഗം റീച്ച് ചെയ്യുകയും ചെയ്യും. അതൊരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ ജോബിൻ മാണി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം. ഞാൻ ഇന്ന് പോയിട്ട് തന്നെ എൻ്റെ റീപേയ്മെൻറ്റ് ഒരു $200 കൂട്ടിയിട്ടുള്ളൂ. വെരി ഗുഡ്. നല്ലൊരു തീരുമാനമാണ്. നല്ല തീരുമാനം. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ഗുണമില്ല. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ജെൽസ് ലോൺ ഫ്രീ ആയിട്ട് ഓൾറെഡി ലോൺ ഫ്രീ ആകാനായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഇതെങ്ങനെ വർക്കൗട്ട് ആയത്. തീർച്ചയായിട്ടും. അല്ലാതെ ഇന്ന് തന്നെ ഇന്നും ചെയ്തേക്കാം. വെരി ഗുഡ്. നല്ലൊരു നമ്മൾ ചെയ്യില്ല. അതെ, അത് നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഈ അഫോർഡബിലിറ്റി പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾ മന്ത്ലി ആണ് പേ ചെയ്യുന്നെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പേയ്മെന്റ് ഫോർട്ട്നൈറ്റ്ലി ആക്കുക. അതുവഴി തന്നെ നിങ്ങൾ 5 വർഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞു. പെർ മന്ത് $200 ഒരു ചലഞ്ചായിട്ട് എടുക്കുവാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമുക്ക് എത്രയും വേഗം ഓസ്ട്രേലിയയിൽ മോർഗേജ് ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നിൽ കാണാം. അതന്നെ, വെറും $200 ചലഞ്ച്. അതെ, ഓൾ ദി ബെസ്റ്റ്. അത് തന്നെ. താങ്ക് യു ജോബിൻ. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംസാരമായിരുന്നു കേട്ടോ ജോബിൻ്റെ കൂടെ. വളരെ സന്തോഷം. താങ്ക് യു. ഇത് ആർക്കെങ്കിലും ഒക്കെ ഗുണം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആർക്കെങ്കിലും അത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ വീണ്ടും കാണും വരെയും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.